അസ്കർ താങ്കൾക്ക് നേരെയാണ് നേരത്തെ PM നിയാസ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അവർ ആർജവത്തോടുകൂടി സമരം അന്വേഷണം പ്രഖ്യാപിച്ചു, ആർജവത്തോടുകൂടി അന്വേഷണം നേരിട്ടു. എന്നാൽ CPM നടത്തിയ പ്രകസനമായതുകൊണ്ട് തന്നെ അവർക്ക് പിൻവലിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നു. അത് മാത്രമാണ് സോളാർ സമരത്തിൽ പറ്റിയതെന്നാണ് നിയാസ് പറയുന്നത്. ശ്രീ അസ്കർ, അല്ല, സോളാർ സമരത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ടാണ് പറയുന്നത്. കാരണം ഒന്ന്, ഈ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നായിരുന്നു അന്ന് ഇടതുമുന്നണി ആവശ്യപ്പെട്ടിരുന്നത്. അത് പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനൊരു പ്രഖ്യാപനം സമരത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സമരത്തിന്റെ ഒടുവിലാണ് ആ പ്രഖ്യാപനം ഉണ്ടാവുന്നതും ആ പ്രഖ്യാപനത്തെ തുടർന്ന് സമരം നിർത്തുന്നു. പക്ഷേ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം തുടർന്നും സമരം നടത്തിക്കൊണ്ടേയിരുന്നു. മുഖ്യമന്ത്രിയെ വഴിതടയും എന്ന് തീരുമാനിച്ചാണ് അന്ന് ആ സമരം അവസാനിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിൽ സോളാർ സെക്രട്ടേറിയറ്റ് വളയിൽ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ലൈംഗിക ആരോപണങ്ങൾ പിൽക്കാലത്താണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് വസ്തുതകളാണ്. ആ വസ്തുതകളെ മറന്നുവെച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഇടതുമുന്നണി ഒരു കാലഘട്ടത്തിലും ഇടതു മുന്നണിയുടെ സമരങ്ങളുടെ മുദ്രാവാക്യമായി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല. ആദ്യം നിങ്ങൾ ഉന്നയിച്ച ആവശ്യം കിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് ആദ്യം നിങ്ങൾ ഉന്നയിച്ച കാര്യത്തിൽ വസ്തുതകളില്ല എന്നൊക്കെ ബോധ്യപ്പെട്ടപ്പോഴാണ് നിങ്ങൾ മ്ലേച്ഛമായ ആരോപണങ്ങൾ അവരെ കൊണ്ട് കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് പറയിപ്പിച്ചത്. അതല്ലേ ശരി? അതല്ല, അതിജീവിത ആ കാലഘട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ജയിലിനുള്ളിലാണ്. ജയിലിനുള്ളിൽ നിങ്ങളുടെ സംരക്ഷണയിലായിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെ നമ്മുടെ ചരിത്രത്തിലുള്ളതല്ലേ. ഇതൊക്കെ പിന്നീട് വരുന്നത് 2014 അവസാനത്തോടു കൂടിയാണ്. ഈ മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്കെതിരെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത് 2014 അവസാനത്താണ്. ഈ 2013 സമരം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഒരു തരത്തിലുള്ള മുദ്രാവാക്യവും ഇടതുമുന്നണി ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ല.